എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 11ാമത്തെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള പാലിടിയപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണേ. നമ്മൾ സാധാരണ എന്നും ഇടിയപ്പം തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലൊരു ഇടിയപ്പം തയ്യാറാക്കിയാലോ? എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതായിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ പൊടി എടുക്കുക. ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചു. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചു വരുന്ന സമയത്തേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് പാൽപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് ഈ തേങ്ങാപ്പാലിനകത്ത് പാൽപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് തുടരെ ഇങ്ങനെ തീ ഒന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പക്ഷേ അത് മാവിലേക്കായിട്ട് കൊടുക്കുന്നത്. ഞാൻ എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഉപയോഗിക്കുന്നത്. എണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മാവ് കുറച്ച് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുകയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. നമുക്ക് നേരെ ഇടിയപ്പത്തിൻ്റെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കുക. ഞാൻ ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയ്ക്ക് പകരം ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതായി നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. മാവ് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടെത്താൻ അറിയില്ല, കയ്യിലൊന്ന് മുട്ടി പിടിക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടിത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ തേങ്ങയുടെ മധുരം ഇട്ടിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്താണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഒഴിവാക്കാവുന്നതാണ്. തേങ്ങയുടെ മുകളിലേക്ക് ഇടിയപ്പം കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അടുപ്പത്തേക്ക് വെക്കുക. ഒരു 8-9 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇടിയപ്പത്തിന് വേണ്ടി തയ്യാറാക്കി എടുത്തില്ലേ തേങ്ങാപ്പാൽ, അതിൽ നിന്ന് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ. അതും കൂടെ ഞാൻ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പം തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.